യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അവിടം തന്ന വചനത്തിനായി, അവിടം തന്ന അഭിഷേകത്തിനായി, നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന രൂപാന്തരീകരണത്തിൻ്റെ കൃപകൾക്കായി നന്ദി പറയുന്നു. നനഞ്ഞ തോർത്തിന് വെള്ളത്തെ വലിച്ചെടുക്കാൻ സാധിക്കാത്തതുപോലെ പാപിയായ ഒരു മനുഷ്യന് മറ്റൊരു പാപിയെ രക്ഷിക്കാൻ സാധ്യമല്ല. ഉണങ്ങിയ തോർത്ത് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ പാപമില്ലാത്തവനായ യേശു മനുഷ്യന്റെ പാപത്തെ വലിച്ചെടുത്തു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. ആ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ മേലെല്ലാം അവിടുന്ന് സ്വർഗത്തിൻ്റെ സമ്പത്തിനെ പകർന്നു തരികയാണ്. കർത്താവ് നമുക്ക് തരുന്ന സമ്പത്താണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മൾ അഗ്നി അല്ലെങ്കിൽ തീ എന്ന് പറയുന്ന അടയാളത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടയാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 2, 3, 4 തിരുവചനങ്ങൾ. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവ് തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയുന്നത് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഗ്ലോറി! മനോഹരമായ ഒരു ദൈവാനുഭവം അവർക്ക് കൊടുക്കുകയാണ്. കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഓടിക്കളഞ്ഞവർ ഇതിൻ്റെ അകത്തുണ്ട്. ദയനീയമായിട്ട് പരാജയപ്പെട്ടവരുണ്ട്. ബലഹീനരായ മനുഷ്യരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഒരു വലിയ ദൈവാനുഭവം നൽകിക്കൊണ്ട് തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഗോഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഉന്നത തലം ദൈവം അവർക്ക് വെളിപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് കൊടുത്ത അതേ അനുഭവം നമുക്കിന്നും തരുവാൻ കർത്താവിന് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്നലെയും എന്നും ഒരുവനെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായി തന്നെ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിൽ തീനാളം അയച്ച കർത്താവിന് ഇന്ന് തീനാളം അയക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഡിഫക്റ്റ് ഇരിക്കുന്നത്. നാം വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ 11:40 കർത്താവ് മാർത്തായോട് പറയുന്ന വചനം നമ്മളോട് എല്ലാവരോടും കൂടെ പറയുന്നതാണ്. If you dare to believe, you will see the glory of God. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. 120 ശിഷ്യന്മാർ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്തു. അവർ വിശ്വസിച്ചു, അവർ കാത്തിരുന്നു, അവർ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്തു. ഒന്ന്, അഗ്നി നമുക്ക് ചൂട് നൽകുന്നു. ചൂട് നൽകിക്കൊണ്ടാണ് ആത്മാവ് കടന്നു വരുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത് തിരുനാളാണ്. ജന്മദിനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് തീയാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ അടയാളം കുരിശാണെങ്കിൽ സഭയുടെ ബർത്ത്ഡേ, ജന്മദിനത്തിൻ്റെ അടയാളം തീയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മരവിച്ചിരിക്കുന്ന, മന്ദീഭവിച്ചിരിക്കുന്ന, തീക്ഷ്ണത നഷ്ടപ്പെട്ട, ചൈതന്യം നഷ്ടപ്പെട്ട, വിശുദ്ധി നഷ്ടപ്പെട്ട, സകലതും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മേൽ തണുത്ത് മരവിച്ച് ഒരു ചൂടുമില്ലാതിരിക്കുന്ന, എല്ലാം ഉണങ്ങിപ്പോയ ജ്വലനമില്ലാത്തവരുടെ മേൽ ദൈവം തീ അയച്ചുകൊണ്ട് സകലരെയും ചൂട് പിടിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ തണുപ്പ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ നാട്ടിൽ അത് അത്ര ക്ലിയർ ആയിട്ടില്ല. ഇവിടെ അങ്ങനൊരു തണുപ്പ് കാലം ഇല്ല. പക്ഷെ നല്ല തണുപ്പ്, -35 -35 ഉള്ള ഭാഗങ്ങൾ കാനഡയുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ ആ സമയത്ത് വെള്ളം നമ്മൾ മഗ്ഗിലെടുത്ത് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് എറിഞ്ഞാൽ ഐസ് കട്ടയായിട്ടാണ് അത് മുറ്റത്തേക്ക് ചെന്ന് വീഴുന്നത്. -35. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ പോലും -18 മിക്കവാറും കാണിക്കുന്നത്. -35 എന്നൊക്കെ പറയുമ്പോൾ അവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർ ഈ തണുപ്പ് കാലത്ത് ചെയ്യുന്നത്, എല്ലാ വീട്ടിൻ്റെ അകത്തും തീ കൂട്ടാനുള്ള ഒരു സൗകര്യമുണ്ട്.
നേരത്തെ അത് കൽക്കരി ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ അതെല്ലാം കറണ്ട് കൊണ്ട് അത് ചെയ്യുന്നു. പക്ഷെ നന്നായിട്ട് ചൂട് കിട്ടുന്ന സ്ഥലങ്ങൾ എല്ലാ മുറികളിലുമുണ്ട്. ആളുകൾ തണുപ്പ് വരുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി കൂട്ടത്തോടെ ഇരിക്കുന്നു, ചൂട് പിടിക്കുന്നു. അവരുടെ സ്വാഭാവിക ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാപത്താൽ തണുത്തുപോയ നമ്മുടെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ചൂട് പിടിപ്പിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. കർത്താവിനെ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് കറക്റ്റാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിന് ശേഷം അവൻ്റെ മുറിവുകളിൽ വിരലിട്ട് നോക്കിയ ഒരു ശിഷ്യൻ കൂടെ ഉണ്ടായിട്ടും പലതവണ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ് കണ്ടതിന് ശേഷവും പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അൺബിലീവബിൾ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഓർക്കണം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവർ പറയാണ്, ഞങ്ങൾ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ മനുഷ്യന് ദൈവം ഒരു കൽപ്പനയെ കൊടുത്തുള്ളൂ, ഒറ്റ കൽപ്പന. അതവനെ കൊണ്ട് അനുസരിക്കാൻ പറ്റിയില്ല. പറ്റിയോ? പറ്റിയില്ല. ഇതാണ് മനുഷ്യൻ. ഒരു കൽപ്പന കൊടുത്തിട്ട് പോലും അനുസരിക്കാൻ പറ്റാത്ത ബലഹീനത നിറഞ്ഞവനാണ് മനുഷ്യൻ. വർഷങ്ങൾക്ക് ശേഷം ദൈവം 10 കൽപ്പന കൊടുത്തു. 10 കൽപ്പനകൾ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ദൈവം ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുമോ? ജനം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഓക്കെ, ഞാൻ നാളെ മലയുടെ മുകളിൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ഞാൻ കൽപ്പനകൾ തരും. മുകളിലേക്ക് മോശ കയറിപ്പോയി, കൽപ്പനകളുമായിട്ട് തിരിച്ചു വന്നു. താഴെ വരുമ്പോൾ കാണുന്ന കാഴ്ച, 1-ാമത്തെ കൽപ്പന ഓൾറെഡി ലംഘിച്ച് കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ. പൗലോസ്ലീഹ ഇതിനെപ്പറ്റി നിലവിളിച്ചുകൊണ്ട് പറയുന്നു, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു. വാട്ട് എ wretched man I am. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഞാൻ എത്രമാത്രം ദൈവത്തിനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രമാത്രം ഞാൻ പുറകോട്ട് പോകുന്നു. അതിനെതിരായി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ തീരുമാനമെടുക്കുന്നു, എതിരായി പ്രവർത്തിക്കുന്നു. വീണ്ടും തീരുമാനമെടുക്കുന്നു, എതിരായി പ്രവർത്തിക്കുന്നു. എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പറ്റാതെ എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായിരിക്കുന്നു. നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ട് എന്തൊക്കെ തീരുമാനമായിട്ടാണ് വരുന്നത്? എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചിരി വരുന്നു കണ്ടോ, എന്തുമാത്രം തീരുമാനമെടുത്തിട്ടാണ് വരുന്നത്. നമ്മുടെ ഹൃദയം റൈറ്റാണ് കേട്ടോ, നമ്മുടെ ഹൃദയം ശരിയാണ്, പക്ഷെ നമ്മുടെ ജഡം ബലഹീനമാണ്. ദൈവത്തിന് ഇത് നന്നായിട്ടറിയാം. യേശുവിനെ കണ്ടിട്ട് പോലും ശിഷ്യന്മാർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത് മനുഷ്യന്റെ ദുർഭാഗാവസ്ഥയെ കാണിക്കുകയാണ്, നമ്മുടെ നിസ്സാരതയെ കാണിച്ചു തരികയാണ്. കർത്താവ് അതിന് ചെയ്യുന്നൊരു കാര്യം, ഇവരെ അത്ഭുതം ചെയ്ത് തിരിച്ചു പിടിക്കുകയാണ്. മീൻ വർദ്ധിപ്പിക്കുന്നു, വലിയൊരു മീൻകൂട്ടം കിട്ടുന്നു. അവർ മീനുമായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവർ രാത്രി മുഴുവൻ കടലിൽ കിടക്കുകയാണ്. പ്രഭാതം ഒന്നും കിട്ടിയില്ല, തണുത്ത് വിറച്ചിട്ടുണ്ട്, രാത്രി മുഴുവൻ കടലില്ല. പ്രഭാതമായപ്പോഴാണ് കർത്താവ് തീരത്ത് വന്ന്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നത്. പടകിൻ്റെ വലതുവശത്തെറിയുവിൻ, നിങ്ങൾക്കറിയാം 153 മീൻ കിട്ടി. ഇതുമായിട്ട് വരുമ്പോൾ കർത്താവ് ഒരു കാര്യം കാണിക്കുകയാണ്. അവിടെ തീ കൂട്ടി വച്ചിരിക്കുന്നു, അതിൽ പൊരിച്ച മീനുമുണ്ട്, കനലിൽ ചുട്ടെടുത്ത അപ്പവും ഉണ്ട്. യേശു വ്യക്തമായിട്ട് മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റില്ല. നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടാൽ പോലും ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിശുദ്ധരാകാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടു എന്ന കാരണത്താൽ ഇന്നുവരെ ആരും വിശുദ്ധരായിട്ടുമില്ല. ദയനീയമായിട്ട് പരാജയപ്പെട്ട ശിഷ്യന്മാർ. കർത്താവ് 3 കാര്യങ്ങൾ വിജയിക്കാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, 2 കനലിൽ ചുട്ടെടുത്ത അപ്പം, 3 പൊരിച്ച മീൻ. 3ിലൂടെയും യേശു സംസാരിക്കുകയാണ്.
കത്തിക്കൊണ്ടിരിക്കുന്ന തീ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതുപോലെ ഒരു അനുഭവം സ്വർഗത്തുനിന്ന് നിങ്ങളുടെ മേൽ ഞാൻ അയക്കും. ആ തീ വന്നു കഴിഞ്ഞാൽ, നിറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ കാണിച്ച പരിപാടി നിങ്ങൾ കാണിക്കില്ല. നിങ്ങൾ എന്നെ വിട്ടിട്ട് തിരിച്ച് പഴയ പണിക്ക് പോകത്തില്ല. പോകാതിരിക്കത്തക്കവണ്ണം ഞാൻ തീ അയക്കും. ആ തീ എല്ലാ പ്രഭാതത്തിലും ഞാൻ അയക്കും. ആരെല്ലാം ആ തീക്ക് വേണ്ടി എല്ലാ പ്രഭാതത്തിലും കാത്തിരിക്കുന്നുവോ, ഓരോ പ്രഭാതത്തിലും തീ വന്ന് നിറഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ എന്നെ വിട്ടിട്ട് ലോകത്തിലേക്ക് പോകത്തില്ല. കനലിൽ ചുട്ടെടുത്ത അപ്പം വിശുദ്ധ കുർബാനയെ കാണിക്കുന്നു. ദൈവസ്നേഹമാകുന്ന കനലിൽ ചുട്ടെടുത്ത അപ്പം വിശുദ്ധ കുർബാനയെ കാണിക്കുന്നു. പൊരിച്ച മീൻ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നൽകപ്പെടുന്ന ദൈവവചനത്തെ കാണിക്കുന്നു. സാധാരണ വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകാത്തവർക്ക് പോലും മസാല തേച്ച് എണ്ണയിൽ വറുത്തെടുത്ത് രുചികരമാക്കി പ്രിപ്പയർ ചെയ്ത മത്സ്യം കൊടുക്കുന്നു. അതായത് ബൈബിൾ വായിക്കുമ്പോൾ പോലും മനസ്സിലാകാത്തവർക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നൽകപ്പെടുന്ന രുചികരമായ വചന ശുശ്രൂഷയെ കാണിക്കുന്നു. ഇത് മൂന്നിലൂടെയും കർത്താവ് മനുഷ്യരെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ ഇത് മൂന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 21 കാണുന്ന ഈ മൂന്ന് കാര്യങ്ങളെയും സഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ ശിഷ്യത്വത്തിലേക്ക് സഭ വിളിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തേതായിട്ട് തീ നമുക്ക് വെളിച്ചം തരികയാണ്. നിങ്ങൾ പണ്ട് എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഞാനൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മച്ചിമാര് രാത്രിയൊക്കെ പള്ളിയിൽ ഒക്കെ പോകുന്നെങ്കിൽ ഒരു ചൂട്ട് കത്തിച്ച് പിടിച്ചുകൊണ്ട്, ടോർച്ചൊക്കെ അധികമായിട്ട് അന്ന് ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിൽ അങ്ങനെ അധികം ടോർച്ചൊന്നും ഞാൻ അന്ന് ഈ 1-ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരാളുണ്ട്. പുള്ളിക്കാരനൊരു വലിയ ടോർച്ചും കൊണ്ട്. അപ്പോൾ നമ്മളിത് വലിയൊരു അത്ഭുതമായിട്ട് ഇങ്ങനെ അന്ന് നോക്കി നിൽക്കും. ഈ വലിയ ഗമയിൽ ഈ ടോർച്ചും ഒക്കെ പിടിച്ചിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യരുടെ കയ്യിലൊന്നും ഈ ടോർച്ചും ബാറ്ററി ഒന്നും, നിങ്ങൾക്ക് അറിയാമല്ലോ അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതൊക്കെ പിന്നെയാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ മാറിയത്. നിങ്ങൾക്കറിയാം, ഗൾഫ് വന്നു, പിന്നെ നഴ്സുമാർ ഒത്തിരി ഉണ്ടായി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ ദൈവം തന്നു. അങ്ങനെ ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെല്ലാം മാറുകയാണ്. അന്ന് ഈ ചൂട്ടും കത്തിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ടോർച്ചാണ് ഈ ചൂട്ടെന്ന് പറയുന്നത്. അപ്പം ഈ തീ കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിലൂടെ മുന്നോട്ട് പോകുന്നത്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം ഈ തീയെ നമ്മുടെ മേൽ അയക്കുകയാണ്. മത്തായി 4:16 അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു, മരണത്തിൻ്റെ നിഴലിലും മേഖലയിലും കഴിഞ്ഞിരുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. ഞാൻ ഓർക്കുകയാണ്, യേശു ജനിച്ചപ്പോഴും ഒരു പ്രകാശം ഉണ്ടായിരുന്നു. കർത്താവ് അങ്ങനെയാണ്. കർത്താവ് പെട്ടെന്ന് ഇരുട്ടിനെ മാറ്റിക്കളയും. ഇപ്പം നമുക്കറിയാം, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഹൃദയം ക്ലിയർ ആവും. നമുക്കറിയത്തില്ല അത് എന്ത് അത്ഭുതമാണെന്ന് അറിയത്തില്ല. നമ്മൾ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്തോ സംഭവിക്കുകയാണ്. ഇരുട്ട് മുഴുവൻ ദൈവം മാറ്റിക്കളയാണ്. യേശു ജനിക്കുന്ന സമയത്തും ആകാശത്ത് ഒരു വെളിച്ചം, നമ്മളതിനെ നക്ഷത്രം എന്നൊക്കെയാണ് വിളിക്കുന്നത്, കുഴപ്പമില്ല, പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം അവരെ നയിച്ച് കൊണ്ടുപോവുകയാണ്. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. 3 അഗ്നി ശുദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്വർണം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. 1064 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് കൊടുക്കുമ്പോൾ സ്വർണത്തിൽ നിന്നും കലർന്നിരിക്കുന്ന സകല മാലിന്യങ്ങളും നീക്കപ്പെടുന്നു. എത്ര ഡിഗ്രി? 1064 ഡിഗ്രി. വെള്ളം തിളയ്ക്കുന്നു 100 ഡിഗ്രിയിലാണെന്ന് ഓർത്തോണം. 1064 ഡിഗ്രിയിലാണ് സ്വർണത്തിനെ ചൂടാക്കുമ്പോൾ സ്വർണത്തിലുള്ള സകല മാലിന്യങ്ങളും വിട്ടുപോവുകയാണ്. ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധീകരിക്കും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ഇത് കാണുമ്പം പലർക്കും പേടിയാണ് ഈ വചനം വായിച്ചിട്ട്. ദൈവം നമ്മളെ ഇട്ട് പൊരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി പ്രിയപ്പെട്ടവരെ, ഇത് പൊരിക്കുന്നതിനെയും കരിക്കുന്നതിനെയും കുറിച്ചൊന്നും അല്ല. ശരിക്കും പറഞ്ഞിരിക്കുന്നത്, മാളിക മുറിയിൽ തീയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലുണ്ടായിരുന്ന സകല മാലിന്യങ്ങളെയും നീക്കി അവരെ ശുദ്ധീകരിച്ചതുപോലെ സ്വർഗത്തിൻ്റെ തീ ഇറക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. മലാക്കി 3:2 അവിടെ നിന്നവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ എല്ലാറ്റിനേക്കാളും ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് വന്നോ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഗലാത്യ ലേഖനം 5:19 വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം,
മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളും ഇരുട്ടാണ്. ഇതാരിലെല്ലാം ഉണ്ടോ ഇരുട്ടാണ്. അസൂയുണ്ടോ ഇരുട്ടാണ്. പരദൂഷണമുണ്ടോ ഇരുട്ടാണ്. കുറ്റം പറച്ചിലുണ്ടോ ഇരുട്ടാണ്. നിരാശപ്പെട്ടിരിക്കുകയാണോ ഇരുട്ടാണ്. മനസ്സിടിഞ്ഞിരിക്കുകയാണോ ഇരുട്ടാണ്. ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നോ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെ മുഴുവൻ മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ അഗ്നി കടന്നു വരികയാണ്. മത്തായി 15:19. ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസ് 9:49. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഹല്ലേലൂയ. മനോഹരമായൊരു വചനമാണ്. ഒരാളെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരെയും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ലേവ്യർ 20:8. ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. നിങ്ങൾക്ക് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ സാധ്യമല്ല. വിശുദ്ധി നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സമ്മാനമല്ല, ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അത് സ്വർഗത്തിൻ്റെ തീ ഇറങ്ങി വരുന്നതിലൂടെ ദൈവം ആ ഗിഫ്റ്റ് നമ്മുടെ മേൽ പകരുകയാണ്. അഗ്നി നമുക്ക് ശക്തി തരുന്നു. വീണ്ടും ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ കുറേ അപ്പുറത്തോട്ട് ചെന്ന ട്രെയിൻ പോകുന്നത് കാണാം. ചെറുപ്പത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അന്ന് ട്രെയിൻ എങ്ങാനും പോയി കഴിയുമ്പോൾ ആ പ്രദേശം മുഴുവൻ പുക കൊണ്ടങ്ങ് നിറയും. നമ്മുടെ ഉടുപ്പിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ട്രെയിനിൻ്റെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് ചെല്ലുമ്പോൾ ഈ ഉടുപ്പ് മുഴുവൻ ശരിക്കും കരിയാവും. കരി വന്നിങ്ങനെ പിടിക്കും, കാറ്റിൽ കരി വരും. കൽക്കരി ഉപയോഗിച്ചാണ് അന്ന് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ 25 ബോഗിയുള്ള ട്രെയിൻ, 30 ബോഗിയുള്ള ഉരുക്ക് ട്രെയിൻ കൽക്കരിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുറമേ നോക്കുമ്പോൾ വെറും കൽക്കരിയാണ്. ഈ കൽക്കരി എടുത്തിട്ട് അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പോൾ തീ ട്രെയിനിൻ്റെ മുൻപിൽ എഞ്ചിൻ്റെ ഇപ്പുറത്ത് ആളിക്കത്തിയിട്ട് ഈ തീയുടെ ശക്തി കൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെയും വഹിച്ചുകൊണ്ട് 10-35 ബോഗിയുള്ള ട്രെയിനുകൾ, ഗുഡ്സ് ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ എണ്ണിയാൽ പോലും തീരത്തില്ല. നമ്മുടെ തല കറങ്ങിപ്പോ അവസാനം. ഞാൻ നോക്കിയിട്ടുണ്ട്. 1, 2, 3 കുറെ കഴിയുമ്പോൾ നമുക്ക് കണക്ഷൻ വിടും. കാര്യം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പടപടപാന്ന് പോവുകയാണ്. ഇതിനെ മുഴുവൻ കൊണ്ടുപോകുന്നത് തീയാണ്. ഹല്ലേലൂയ. ഫ്ലൈറ്റിനെ കൊണ്ടുപോകുന്നത് ആരാണ്? തീയാണ്. ഫ്ലൈറ്റിനെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഈ 20 മണിക്കൂർ പറപ്പിച്ച് കൊണ്ടുപോകുന്നത് ആരാണ്? ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്ന ഫ്യൂവൽ എഞ്ചിൻ്റെ അകത്ത് തീയെ കൊണ്ടുവരുന്നുണ്ട്. പുറമേ കാണുന്നില്ല. അകത്തൊരു പ്രത്യേകതരം തീയെ കൊണ്ടുവന്നിട്ടാണ്, ആ ഫയറിൻ്റെ ശക്തിയിലാണ് ശരിക്കും വിമാനങ്ങൾ പോലും പറന്ന് 400-500 ആളുകളെയും കൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത്. അവരുടെ ലഗേജ്, അവരുടെ പെട്ടികൾ ഇത്രയും ഭാരവും വഹിച്ചുകൊണ്ട് ആകാശത്തു കൂടെ താഴേക്ക് വീഴാതെ ഇത് മുന്നോട്ട് പോകുകയാണ്. ദൈവം ശക്തിയെ തരുന്നു. യെശയ്യാ 41:15. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോടുകൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. ഹല്ലേലൂയ. ഇനി നമ്മുടെ സഭയിൽ നമുക്ക് 9 പ്രധാനപ്പെട്ട വരങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടും. എല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ 1, 2, 3, ചിലപ്പോൾ 9 കിട്ടും. കുളത്തുവയലിലെ ബഹുമാനപ്പെട്ട വർക്കിയച്ചന് 9 വരങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ 9 വരങ്ങളും വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ 9 വരങ്ങൾ? ഭാഷാവരം, ഭാഷാവരത്തിൻ്റെ വ്യാഖ്യാനം, പ്രവചനവരം, ജ്ഞാനത്തിൻ്റെ വരം, അറിവിൻ്റെ വരം, ആത്മാക്കളെ വിവേചിച്ചറിയുന്ന വരം, രോഗശാന്തി വരം, വിശ്വാസത്തിൻ്റെ വരം, അത്ഭുത പ്രവർത്തന വരം. ഈ എല്ലാ വരങ്ങളും കർത്താവ് തന്നിരിക്കുന്നത് ശക്തി, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയാണ്. തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് പൊക്കിയെടുക്കാൻ ഈ വരങ്ങൾ കൊണ്ട് സാധിക്കും. ഹല്ലേലൂയ. ഒരു കുടുംബനാഥൻ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. ആ കുടുംബം സാമ്പത്തികമായിട്ട് തകരുന്നു. എല്ലാം കൊണ്ടും തകരുകയാണ്. ചികിത്സിച്ച് അവർ തകർന്നു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. രോഗശാന്തി വരം ഒരു വ്യക്തിയിലൂടെ കൃത്യമായിട്ട് അവിടെ വെളിപ്പെട്ടാൽ ആ കുടുംബം തകർച്ചയിൽ നിന്ന് കരകയറി. ഹല്ലേലൂയ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് ബഹുമാനപ്പെട്ട ഒരു വൈദികൻ എന്നോട് ഒരു സംഭവം പറഞ്ഞു. വളരെ ഡിഫറൻ്റായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി അച്ഛൻ ഒരു കോൺഫറൻസിൽ വെച്ച് കണ്ടു. ഒരു ക്രിസ്തീയ കോൺഫറൻസിൽ വെച്ചാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇരിപ്പുണ്ട്. കണ്ടറിയാം, വലിയ ആഠ്യത്വമുള്ള വലിയ റിച്ച് ഫാമിലിയിലെ വലിയ വിദ്യാഭ്യാസമുള്ള ഇന്ന് അച്ഛൻ പറഞ്ഞതാണ്.
അപ്പൊ ഈ കോൺഫറൻസിന്റെ ഇടയ്ക്കത്തെ സമയത്ത് അച്ഛൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ കോൺഫറൻസിൽ വന്നത്? അപ്പൊ പറഞ്ഞു, വിശ്വാസി ആയതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത്? അപ്പൊ പറഞ്ഞു, എൻ്റെ ഭാര്യ ക്യാൻസറായിട്ട് 4th സ്റ്റേജിൽ ഈർക്കില് പോലെയായി മരണത്തെ കാത്തു കിടക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു, അങ്കളെ ഞാനൊന്ന് അങ്കളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, താൻ എന്ത് ചെയ്യാൻ പോവാണ്? എൻ്റെ ഭാര്യയുടെ കിടപ്പ് കണ്ടില്ലേ? ഞാൻ അങ്കളുടെ അനുവാദം ചോദിച്ചത് അതുകൊണ്ടാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി വേറൊന്നും ചെയ്യാൻ എനിക്കില്ല, പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. കാര്യമായിട്ടെടുത്തില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രാർത്ഥിച്ചു, അപ്പാ അവിടുത്തെ പുത്രൻ ഇവരുടെയും രക്ഷകനാണെന്ന് ഈ കുടുംബം തിരിച്ചറിയാൻ വേണ്ടി അപ്പൻ ഈ ആൻറ്റിയെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ആഴ്ചക്കകം ഈ ആൻറ്റി പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ കുടുംബം അത്ഭുതപ്പെട്ടു പോയി. അവരതിൻ്റെ മെഡിക്കൽ സൈഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവര് ഒട്ടും മടിച്ചില്ല, നന്ദിയുള്ളവരായിരുന്നു. അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, അവർ സഭയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ തീയിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശക്തി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അടുത്തത്, അഗ്നിയുടെ അടുത്ത പ്രത്യേകത, അഗ്നി പാമ്പുകളെയും തേളുകളെയും എല്ലാം കരിച്ചു കളയുന്നു. ഒരു ചെറിയൊരു കുറ്റിക്കാടിൻ്റെ അകത്ത് മൂർഖൻ പാമ്പും അണലിയും ഉള്ള വിഷമുള്ള ജന്തുക്കളെല്ലാം ഇരിക്കുകയാണ്. ആ കാടിൻ്റെ അടുത്തൂടെ പോകാൻ തന്നെ നമുക്ക് പേടിയാണ്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പാമ്പുണ്ടെന്ന് നമുക്കറിയാം. പെട്ടെന്ന് ഒരു ദിവസം അതിലൊരു തീ പിടിച്ചു. ഒരു മിന്നലടിച്ചതാണ്. ആ മിന്നൽ വന്ന് ഇതിൻ്റെ അകത്തേക്ക് വീണ് ഈ കുറ്റിക്കാട്ട് തീ പിടിച്ചു. തീ പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ അകത്തിരുന്ന മുഴുവൻ വിഷജന്തുക്കളും ചാരമായി പോയി. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാം, തീ നാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. തീ ചെവിയായിട്ടാണോ വന്നത്? അല്ലെ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതെന്താണ്? ഐസക് ന്യൂട്ടൺ ചിന്തിച്ചതുപോലെ, എന്താണ് ഈ ആപ്പിൾ താഴേക്ക് വന്നത്, മുകളിലേക്ക് പോകാത്തത്? അപ്പൊ തീ നാവുകൾ എന്ന് വായിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, കർത്താവേ അതെന്താ തീ മൂക്കാട്ട് വരാത്തത്? എന്താണ് തീ ചെവിയായിട്ട് വരാത്തത് എന്ന് നമ്മൾ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണം. ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. മോനെ, അതങ്ങനെ വന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഈ തീ നാവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പിളർന്ന തീനാവുകളുടെ രൂപത്തിൽ ആത്മാവ് വന്നെന്നാണ്. എങ്ങനെ? പിളർന്ന തീനാവുകളുടെ രൂപത്തിൽ ആത്മാവ് വന്നെന്നാണ്. സ്പ്ലിറ്റ് ടങ്സ് ഓഫ് ഫയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിളർന്ന തീനാവ് ഇങ്ങനെ ഇരിക്കും. പിളർന്ന തീനാവ്. ഒന്നുകൂടെ പറഞ്ഞേ, പിളർന്ന തീനാവ്. പിളർന്ന തീനാവിന്റെ രൂപത്തിലാണ് ആത്മാവ് ഇറങ്ങി വന്നത്. എന്താ അങ്ങനെ വരാൻ കാരണം? മനുഷ്യവർഗത്തെ വഞ്ചിച്ച് പാപത്തിലേക്കും ഇന്ന് ലോകത്തിൽ കാണുന്ന സകല ദുരിതങ്ങളിലേക്കും അയച്ചത് പാമ്പാണ്. പാമ്പിന്റെ നാവിനൊരു പ്രത്യേകതയുണ്ട്, പിളർന്ന നാവാണ്. കണ്ടിട്ടില്ലേ? പാമ്പിന്റെ നാവ് നേരെയല്ല, നമ്മുടെ നാവ് പോലെ അല്ല ഇരിക്കുന്നത്, ഇങ്ങനെ സ്പ്ലിറ്റ് ആണ്. ഇങ്ങനെ പിളർന്ന നാവാണ് പാമ്പിന്റെ നാവ്. പാമ്പിന്റെ പിളർന്ന നാവ് കൊണ്ട് മനുഷ്യവർഗത്തിലേക്ക് അയച്ചു കൊടുത്ത വിഷത്തെ, നരകത്തിന്റെ ശക്തിയെ, നരകത്തിന്റെ സ്വാധീനത്തെ കരിച്ചു കളയുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ദൈവം പരിശുദ്ധാത്മാവിനെ പിളർന്ന തീനാവുകളുടെ രൂപത്തിൽ താഴേക്ക് അയക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാത്താൻ പിളർന്ന നാവിലൂടെ മനുഷ്യവർഗത്തെ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ ഇതാ പിളർന്ന തീനാവുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ രക്ഷയിലേക്കും വിശുദ്ധിയിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കുകയാണ്. ഹല്ലേലൂയ. അവസാനമായ ഒരു കാര്യം, തീ ആളിപ്പടരുന്നതാണ്. തീ ആളിപ്പടരുന്നതാണ്. അതേ, തീ ആളിപ്പടരും. നമുക്ക് കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടുണ്ടോ, ഈ നമ്മുടെ കയ്യിലൊരു ചൂട് പാത്രം, പ്രത്യേകിച്ച് നമ്മൾ മക്കളാണെങ്കിൽ ചൂട് പാത്രം നമ്മുടെ കിട്ടിയ ഒട്ടനെ നമ്മൾ അടുത്ത ആളുടെയിലോട്ട് കൊടുത്തിരിക്കും. കാര്യം പറ്റുക, നമുക്കിത് പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അമ്മച്ചിയെ എന്നൊരു വിളിയാണ്. ആ പാവ അമ്മച്ചി, ഇത് അമ്മച്ചി അപ്പച്ചന് കൊടുക്കുന്നു, അപ്പച്ചൻ നാത്തൂന് കൊടുക്കുന്നു, നാത്തൂന് അളിയന് കൊടുക്കുന്നു. കാര്യം ഇത് ആർക്കും ഇത് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് അത്രയ്ക്കും ചൂടാണ്. പരിശുദ്ധാത്മ തീ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അയാൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അയാൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. 120 പേരിലൂടെ പടർന്ന സ്വർഗത്തിന്റെ തീ ഇന്ന്
150 കോടിയിലധികം ജനങ്ങളിൽ പടർന്ന് ഈ 2026 വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. സകല ഭൂഖണ്ഡങ്ങളിലും ഇത് ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നാനാജാതി മതസ്ഥരിലേക്കും അഭിഷേകമായി ആളി പടരുകയാണ്. ജയിലുകളുടെ അകത്ത് വലിയ ഉണർവുകൾ നടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, മെക്സിക്കൻ ജയിലുകളിൽ, എല്ലാവരാലും തള്ളപ്പെട്ട ജയിലുകളിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ആളിക്കത്തുന്നു. എല്ലായിടത്തും പരിശുദ്ധാത്മാവ് തീയായി കത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പെന്തക്കോസ്ത തിരുനാളിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം തീയായി നമ്മളിൽ നിറയുവാൻ നമുക്ക് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിളർന്ന തീനാവുകളായി വന്നവനെ, പിളർന്ന തീനാവുകളായി വന്ന പരിശുദ്ധാത്മാവേ, 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 എല്ലാ ഭവനങ്ങളിലും, ടെലിവിഷന്റെ മുൻപിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഇപ്പോൾ തീ ഇറങ്ങട്ടെ. ഫയർ അനോയിന്റിങ്, ഫയർ അനോയിന്റിങ്, ഫയർ അനോയിന്റിങ്. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ ചങ്ങലകൾ കരിഞ്ഞു പോകട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഭവനങ്ങളിൽ കിടക്കുന്ന തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാറാരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഫയർ അനോയിന്റിങ്, ഫയർ അനോയിന്റിങ്, ഫയർ അനോയിന്റിങ്, ഫയർ അനോയിന്റിങ്. തീയുടെ അഭിഷേകം ഇറങ്ങട്ടെ. സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.